ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നിങ്ങൾ വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസുകൾ, ഏത് ആപ്ലിക്കേഷൻസ് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന രീതിയിലല്ല ഈ ആപ്ലിക്കേഷൻസ് ഒന്നും ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത്. ആപ്ലിക്കേഷൻസ് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചു വേണം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണ് വളരെ തകരാറാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഫോണിന്റെ പെർഫോമൻസ് കാര്യങ്ങള്, സ്റ്റോറേജ് ഫുൾ ആവും, അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും. മാത്രമല്ല, ഞാൻ ഇതിൽ ഏറ്റവും അവസാനം കാണിക്കുന്നുണ്ട് ഇതെല്ലാം എവിടെയാണ് കുമിഞ്ഞു കൂടി നിൽക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ഇതെനിക്ക് അറിയാം എന്നൊന്നും വിചാരിച്ചിട്ട് ആരും പകുതി വെച്ച് നിർത്തണ്ട. ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ ഇത് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാന്നുള്ളതും. അതുപോലെ തന്നെ അഥവാ ഡിലീറ്റ് ചെയ്താൽ തന്നെ ഇത് എവിടെയെല്ലാം പോയി നിൽക്കുന്നുണ്ട്, എവിടെ നിന്നെല്ലാം മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫോണിൽ പോകുന്നുള്ള കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. മാത്രമല്ല, ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും എന്റെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അത് വളരെ വളരെ നമ്മുടെ ഫോണിന് കംപ്ലൈന്റ് ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് എനിക്ക് അറിയാമെന്നൊന്നും ആരും പറയണ്ട. കാരണം അറിയുന്ന പോലെയല്ല, നമുക്ക് ഏറ്റവും ലാസ്റ്റ് വരെ അത് കണ്ടു കഴിഞ്ഞാലേ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, ഒരു ലോഗോന്റെ മേലെ ഏത് ഐക്കണാണോ വേണ്ടത് ആ ലോഗോന്റെ മേലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ രണ്ട് ഓപ്ഷനാണ് കാണുന്നത്. അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാണ് പതിവ്, അല്ലെ? റിമൂവ് ചെയ്യും അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യും. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു ഐക്കണിന്റെ മേലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ ആപ്പ് ഇൻഫോ കാണാൻ സാധിക്കും, അല്ലെ? ആ ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണാം അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ആ അൺഇൻസ്റ്റാള് ഒരിക്കലും കൊടുക്കരുത്. അതിന് പകരം നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് യൂസേജ് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നില്ലേ? അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ടോട്ടൽ ആപ്ലിക്കേഷന്റെ ടോട്ടൽ സൈസ്. ഇവിടെ ആപ്സിൽ താഴെ കാണുന്നത് 294 കാണിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ടോട്ടൽ ആയിട്ട് 263 കാണിക്കുന്നുണ്ട്. ഡാറ്റ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്ലിയർ ക്യാഷ് കാണിക്കുന്നുണ്ട്. ആ ക്ലിയർ ക്യാഷ് നമ്മൾ ഒഴിവാക്കുക. ക്ലിയർ ക്യാഷ് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ 0 ആയിട്ട് കാണിക്കും. ഇത് ഞാൻ ഇവിടെ ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടി എടുത്തതാണ്. നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇതേപോലെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ക്ലിയർ ഡാറ്റ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഫേസ്ബുക്കോ വാട്സപ്പോ അങ്ങനെയുള്ള സാധനങ്ങളിൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ക്ലിയർ ഡാറ്റ കൊടുക്കുമ്പോൾ പാസ്വേഡ് കാര്യങ്ങൾ നമ്മുടെ ഡാറ്റ ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി അതെല്ലാം ഒഴിവാക്കണം എന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ, ഏത് ആപ്ലിക്കേഷൻ ആണെങ്കിലും ഉറപ്പിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ക്ലിയർ ഡാറ്റ കൊടുക്കുക. അപ്പൊ ക്ലിയർ ഡാറ്റ പോകും. പക്ഷെ അതാണ് നമ്മൾ പറയുന്നത്, ഇതിലും മൊത്തം ഡാറ്റ പോകുന്നില്ല. അതിനുശേഷം നമ്മളൊന്ന് ബാക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അൺഇൻസ്റ്റാൾ ചെയ്യുന്നു. പലരും ചെയ്യുന്ന ഇതാണ്, അൺഇൻസ്റ്റാൾ ചെയ്യുന്നു. അതോടുകൂടി എല്ലാ ഡാറ്റയും പോകും എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അതായത് നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് നമ്മുടെ ഫോണില് മൈ ഫയൽസ് ഓപ്പൺ ചെയ്യാം. മൈ ഫയൽസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫോണിന്റെ ഏറ്റവും മുകളിൽ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫയൽ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഫയൽ ലിസ്റ്റ്, അവിടെ ഹിഡൻ ഫയൽസ് കാണിക്കുന്നുണ്ട്, അല്ലെ? അത് അധികവും ഓൺ ആയിരിക്കും കാണിക്കുക, എനേബിൾ ആയിരിക്കും. എനേബിൾ അല്ല, ഡിസേബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഒളിഞ്ഞു കിടക്കുന്ന ഫയൽസ് കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിനുശേഷം ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇന്റേണൽ സ്റ്റോറേജ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇന്റേണൽ സ്റ്റോറേജ്, ആ ഇന്റേണൽ സ്റ്റോറേജിലും കൂടി നമ്മൾ പോകണം. അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറെ ഓപ്ഷൻസ്, ഫോൾഡേഴ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മൂവീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് വേണ്ടതാണ്. അതേപോലെ തന്നെ പിക്ചേഴ്സ്. ഞാൻ ആ പിക്ചേഴ്സ് ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ അവിടെ അൺഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ പല ആപ്ലിക്കേഷൻസും നമുക്ക് ഇവിടെ ഫോൾഡേഴ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് നേരത്തെ നമ്മൾ എടുത്തിരിക്കുന്ന ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയ ആ ഫേസ്ബുക്ക് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഫേസ്ബുക്ക് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഇന്റേണൽ സ്റ്റോറേജിൽ നോ ഫയൽസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടുന്ന് അധികം ഫയൽസും ഇല്ല. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വാട്സപ്പ് ഒന്ന് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത്രയും ഫയലുകൾ ഇതിനുള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ഡാറ്റ ക്ലിയർ ചെയ്താൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മൈ ഫയൽസിലും കൂടി വന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ ആയിട്ട് നമ്മുടെ ഫോൺ ഒരിക്കലും ഹാങ് ആവാത്ത രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. പലരും ഇത് അറിയാതെ വെറും ആപ്ലിക്കേഷൻ മാത്രം ഡിലീറ്റ് ചെയ്യുന്നതാണ് പതിവ്.